അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. അപ്പോൾ എനിക്ക് 2 ഓർഡേഴ്സും ലാസ്റ്റ് തിരക്ക് പിടിച്ചിട്ട് ഒരു ദിവസം തന്നെ ഡെലിവറി ചെയ്യേണ്ട വന്ന്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളും അതോടൊപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ഹാപ്പി ന്യൂസും കൂടിയുണ്ട്. അതും ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. ഇത് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകലാന്ന് ഞാനും മോനും അടുത്തുള്ള ഷോപ്പിൽ നടന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഈ 2 ദിവസമായിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ ക്ലിപ്പാണ്. കാരണം കസ്റ്റമർ ഓർഡർ കൺഫേം ആക്കി അപ്പം തന്നെ നമ്മൾ രാത്രി തന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഓർഡർ എനിക്ക് കസ്റ്റമർ തരുന്നത് അവർക്ക് ഡെലിവറി ചെയ്യേണ്ട 2 ദിവസം മുന്നേ ആയിരുന്നു. അപ്പോൾ എനിക്ക് മാക്സിമം അവർ പറഞ്ഞ ആ ഡേറ്റിന് തന്നെ എനിക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്ത് കൊറിയർ അയച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അന്ന് രാത്രിക്ക് തന്നെ ഞാൻ പർച്ചേസ് ചെയ്യാൻ പോകാൻ കാരണം. അങ്ങനെ നമ്മളിതാ ഷോപ്പിലെത്തി ഗിഫ്റ്റ് ബോക്സൊക്കെ നമ്മൾ ഓരോന്ന് നോക്കലാണ്. ഞാൻ ബോക്സ് നോക്കി വാങ്ങിക്കൽ കസ്റ്റമർ പറയുന്ന ഐറ്റംസിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ബോക്സ് വാങ്ങിക്കൽ. അപ്പോൾ അധികം പോയി കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കുന്നത് ഈ ഒരു എന്താ പറയുക ബോക്സ് നോക്കി എടുക്കുന്നതിനാണ്. കാരണം കുറേ കൺഫ്യൂഷനാകും ഏതെടുത്താലാണെന്ന് പെർഫെക്ഷന് കാര്യങ്ങളൊക്കെ നോക്കി. അങ്ങനെ ലാസ്റ്റ് ഞാൻ 2 ബോക്സ് ഇതിൽ എടുക്കുന്നുണ്ട്. ഞാനെടുത്ത ബോക്സ് വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അങ്ങനെ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇനി റൂമിലേക്ക് പോകലാന്ന്. ഞാൻ ഇന്ന് രാത്രി തന്നെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും തിരക്കിട്ട് രാത്രി തന്നെ ഞാൻ ഗിഫ്റ്റ് ബോക്സ് വാങ്ങാൻ പോയത്. പക്ഷേ അതിൽ എനിക്ക് വെക്കേണ്ട ഷർട്ടും ചോക്ലേറ്റൊക്കെ എനിക്ക് കിട്ടാൻ ലേറ്റായിപ്പോയി. പിന്നെ ഞാൻ വിചാരിച്ച് ഇനി എന്തായാലും രാവിലെ തന്നെ എണീച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ രാവിലെ തന്നെ ആയിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ ഞാനിതാ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. ഓൾറെഡി ടേബിൾ മേൽ ഞാൻ മുന്നേ പ്രിപ്പയർ ചെയ്യേണ്ട സാധനങ്ങളൊക്കെ സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. അതൊക്കെ സൈഡിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായതാണ്. അങ്ങനെ ഇതാ ഈ 2 ടൈപ്പ് ബോക്സാണ് വാങ്ങിച്ചത്. ഇതിൽ റെഡ് കളർ ഹെഡ് ഷേപ്പുള്ള ബോക്സാണ് എനിക്കിപ്പം അർജൻറ്റായിട്ട് ചെയ്ത് കൊടുക്കാനുള്ളത്. മറ്റേ ബോക്സ് എനിക്ക് ജൂലൈ 5th ചെയ്ത് കൊടുക്കേണ്ട വർക്കിൻ്റെ ബോക്സാണ് അത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ബോക്സ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അതാണ് ആ സൈഡിൽ കാണുന്ന ഗ്രീൻ കളർ ബോക്സ്. അപ്പോൾ ഈ 2 ബോക്സിലായിട്ടാണ് ഞാൻ ഗിഫ്റ്റ് ബോക്സ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇതാ പിറ്റേന്ന് രാവിലെ ആയി. പിന്നെ രാവിലെയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ രാവിലെ തന്നെ എണീക്കുന്നതിനും കുറച്ച് നേരത്തെ തന്നെ എണീച്ചെല്ലാം റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം 12 മണിക്ക് മുന്നേ ആയിട്ട് എനിക്ക് കൊറിയർ ഓഫീസിൽ എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോനൊക്കെ നല്ല ഉറക്കാന്ന്. അപ്പോൾ ഓൻ എണീക്കുന്ന മുന്നായിട്ട് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം. അതിൻ്റെ ഇടയിൽ എനിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അങ്ങനെ ഒരു ചായ കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം തീരെ ടൈം മുന്നിലില്ല. കാരണം അന്നും 12 മണിക്ക് മുന്നായിട്ട് തന്നെ എന്തായാലും കൊടുത്താൽ മാത്രമേ കസ്റ്റമർ പറഞ്ഞ ഡേറ്റിനേക്ക് എനിക്ക് അവിടെ കൊറിയർ ചെയ്തെത്തുള്ളൂ. അതുകൊണ്ട് എന്താ പറയുക രാവിലെ തന്നെ എണീച്ച് ഫസ്റ്റ് ചായ കുടിച്ചിട്ട് ഒരുമിച്ചിട്ട് തന്നെ വർക്കും അതോടൊപ്പം ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ വർക്ക് സ്റ്റാർട്ട് ചെയ്യലാണ്. ഓൾറെഡി ബാക്കി ഐറ്റംസൊക്കെ ടേബിൾ മേലെ ആദ്യം ഉണ്ടായിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ അതിൽ വെക്കേണ്ട ഷർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെക്കലാണ്. ഇതിൽ കാണുന്ന ബ്ലാക്ക് ഷർട്ട് വെച്ചിട്ടാണ് എനിക്ക് ആ റെഡ് കളർ ബോക്സിൽ സെറ്റ് ചെയ്യാനുള്ളത്. ആ ഗ്രീൻ കളർ ബോക്സിൽ ആ ഗ്രീൻ കളർ ടീഷർട്ട് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ആ ഒരു ടീഷർട്ടിൻ്റെ ഹാമ്പർ എനിക്ക് 1 മാസം മുന്നേ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബ്ലാക്ക് ഷർട്ട് വെച്ച് ചെയ്യുന്ന ആ ഒരു വർക്കാണ് എനിക്ക് പെട്ടെന്ന് 2 ദിവസം കൊണ്ട് ഓർഡർ കിട്ടിയിട്ട് ചെയ്ത് കൊടുക്കാൻ ഉണ്ടായത്. 2 ഓർഡേഴ്സും എനിക്ക് ഒരേ ഡേറ്റിനാണ് ഡെലിവറി ചെയ്യേണ്ടത്. ഗിഫ്റ്റ് ബോക്സിൽ സെറ്റാക്കേണ്ട ഓരോ ഐറ്റംസും എടുത്തെടുത്ത് വെക്കുന്നുണ്ട്. കാരണം ഫ്ലവേഴ്സ്, ചോക്ലേറ്റ്, പെർഫ്യൂം എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് എടുത്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഫസ്റ്റിലായിട്ട് കാണുന്ന ഷർട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ചെയ്യുന്ന വർക്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നില്ല. കാരണം അതെനിക്ക് ജൂലൈ 5th ചെയ്യേണ്ട വർക്കായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ആക്കിയിട്ട് ചെയ്യാമെന്ന്. കാരണം വീഡിയോ ലെങ്തായി പോകുമ്പോൾ സെയിം പ്രോസസ്സിങ് തന്നെ കാണുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ആക്കുന്നില്ല. ഈ 2 ബോക്സ് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോസാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഇതാ ഈ കാണുന്ന ഫ്രെയിമും എനിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് കസ്റ്റമർക്ക് ആ ഒരു റെഡ് കളർ ബോക്സിൽ. പക്ഷേ ഞാൻ അതിൽ വെക്കാൻ കഴിയാത്തതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് കസ്റ്റമർക്ക് സെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ എല്ലാ ഐറ്റംസും ടേബിൾ മേൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഓരോ ബോക്സിൽ സെറ്റ് ചെയ്യുന്ന സാധനങ്ങൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. ഇതിൽ കാണുന്ന പേപ്പർ കട്ടിങ്സൊക്കെ എനിക്ക് വിഷസ് കാർഡായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ഒരുമിച്ചിട്ട് പ്രിൻറ്റ്
എടുക്കും. അപ്പോൾ അതിൽ ഓരോന്നും എന്താ പറയുക ബർത്ത്ഡേ ആനിവേഴ്സറി എന്താണ് വരുന്നത് അതിന് കണക്കായിട്ട് കട്ട് ചെയ്ത് വെക്കലാണ്. അതാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ ഇതേപോലെയുള്ള ഗിഫ്റ്റ് ബോക്സുകൾ നിങ്ങളെ പ്രിയപ്പെട്ടവർ ഒമാനിലുണ്ടെങ്കിൽ അവർക്ക് അയക്കണം. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് ജാസ് ഹാൻഡ് മെയ്ഡ്. കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പറും ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ടേബിളൊന്നും എല്ലാം മാറ്റി ക്ലിയർ ആക്കലാണ്. കാരണം ഫസ്റ്റ് ഞാനിപ്പോൾ ചെയ്യുന്നത് റെഡ് കളർ ബോക്സിലാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ബാക്കിയുള്ള ഐറ്റംസൊക്കെ ടേബിളിൽ നിന്ന് മാറ്റി ടേബിളൊന്നും നീറ്റ് ആൻഡ് ക്ലിയർ ആക്കി വെക്കലാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ബോക്സാണ് എനിക്കിപ്പോൾ അർജൻറ്റായിട്ട് ചെയ്യാനുള്ളത്. ആ ഗ്രീൻ കളറും ചെയ്യാനുണ്ടെങ്കിലും ഫസ്റ്റ് ഏറ്റവും കൂടുതൽ ആവശ്യം ഈ ഒരു റെഡ് കളറായിരുന്നു. അങ്ങനെ ഞാൻ എന്താക്കി അതിന് വേണ്ടുന്ന ഐറ്റംസ് മാത്രം ടേബിളിൽ ബാലൻസ് ആക്കി വെച്ചിട്ട് ബാക്കിയൊക്കെ എടുത്ത് മാറ്റലാണ്. ഇതാ ഫസ്റ്റിൽ തന്നെ ഞാൻ വിചാരിച്ചു ഫ്രെയിം സെറ്റ് ചെയ്യാമെന്ന്. അതിൻ്റെ ഫോട്ടോസ് പ്രിൻ്റൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് A4ലാണ് പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. പക്ഷേ A4 ഫ്രെയിം അല്ല അത്. അതുകൊണ്ട് തന്നെ എനിക്ക് ബാലൻസ് വരുന്ന അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എല്ലാ പ്രോസസ്സിങ്ങും ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക. ഇത് എനിക്ക് ആ ഒരു ബോക്സിൻ്റെ കൂടെ കൊടുക്കാനുള്ളതാണ്. പക്ഷേ ആ ബോക്സിൽ സെറ്റ് ചെയ്യാൻ കണക്കായിട്ടുള്ള ഫ്രെയിം എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ കസ്റ്റമറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് അയക്കാമെന്ന്. അപ്പോൾ കസ്റ്റമർ ഓക്കെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തതാണിത്. ഇത് ഫ്രെയിമിൻ്റെ ബാക്കിലെത്തതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഈ പ്രിൻ്റ് അതിൽ കണക്കായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കലാണ്. അതിനെക്കാട്ടി മുന്നേ നമുക്ക് ആ ഒരു ഫ്രെയിമിൻ്റെ ഗ്ലാസ് നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആക്കി എടുക്കണം. അതിനൊരു ടിഷ്യൂ പേപ്പറിൽ കുറച്ച് എന്താ പറയുക വെള്ളത്തിൻ്റെ ഡ്രോപ്പ് ഇട്ടിച്ചിട്ട് നമ്മൾ ആ ഒരു ഗ്ലാസ് നല്ല നീറ്റായിട്ട് എടുക്കണം. അല്ലെങ്കിൽ അതിലുള്ള ഓരോ പൊടികളും നമുക്ക് ഫ്രെയിം ചെയ്തതിന് ശേഷം അത് കാണിക്കും. അപ്പോൾ അതിൻ്റേതായ പെർഫെക്ഷൻ കുറവ് നമുക്ക് എന്തായാലും ചെയ്ത വർക്കിൽ കാണിക്കും. അതുകൊണ്ട് മാക്സിമം നമ്മൾ ക്ലിയർ ആക്കിയിട്ട് ആ ഒരു ഗ്ലാസ് വെക്കുക. അതിനുശേഷം നമുക്ക് എന്താ പറയുക ഈ ഒരു പ്രിൻ്റ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രിൻറ്റിനെ കറക്റ്റ് എന്താ പറയുക എത്ര ഭാഗം കട്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ എന്താക്കുക ഒരു ഏകദേശം ആ ഒരു ഗ്ലാസ്സിലെടുത്തിട്ട് ആ ഫ്രെയിമിൻ്റെ ഗ്ലാസ് എടുത്തിട്ട് ഈ ഒരു പ്രിൻറ്റിൻ്റെ മേലെ വെച്ചിട്ട് നമ്മളൊരു പെൻസിൽ കൊണ്ട് പെന്ന് കൊണ്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അതിന് കണക്കായ എന്താ പറയുക പ്രിൻറ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. ഞാൻ നോർമലി ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യൽ. കാരണം എനിക്ക് അന്നേരം പെർഫെക്റ്റ് ആയിട്ട് കിട്ടലുണ്ട്. അപ്പോൾ ഞാനിതാ മാർക്ക് ചെയ്തിട്ട് അതിന് കണക്കായ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്നിട്ടും ഒന്നും കൂടി അതിൽ ഇൻസേർട്ട് ചെയ്ത് നോക്കുക ഫ്രെയിമിൽ കണക്കാണോ ഏതെങ്കിലും പോർഷൻസിന് കട്ട് ചെയ്യാനുണ്ടോ എന്ന്. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് വേണ്ടുന്ന അത്ര നിങ്ങൾ കട്ട് ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് അതിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം കട്ട് ചെയ്യുന്നത് കുറച്ച് കൂടുതലോ കുറയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ഈ ഒരു ഫ്രെയിമിൽ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്തത് കൂടിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. കുറഞ്ഞാൽ നമുക്ക് രണ്ടാമതും കട്ട് ചെയ്യാം. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ടൈം എടുത്തിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ കാരണം. കറക്റ്റ് നമ്മൾ ആ ഗ്ലാസിൻ്റെ അതേ ഇതിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. പിന്നെ ഈ ഗ്ലാസ് വെച്ച് ചെയ്യുന്ന സമയത്ത് ആ ഫോട്ടോയിൽ ഈ ഗ്ലാസിൻ്റെ സ്ക്രാച്ചോ കാര്യങ്ങളോ വരാതെയും നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി അതിൽ ഇൻസേർട്ട് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കുറച്ചുകൂടി കട്ട് ചെയ്യേണ്ട വന്നിട്ട് അതും കട്ട് ചെയ്തിട്ട് നല്ല ക്ലിയർ ആക്കിയിട്ട് അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇത് നമ്മുടെ ഫോട്ടോ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് അതിൻ്റെ ബേക്കിലത്തെ ആ പിന്ന് പോലത്തതൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മേലിൽ നമുക്ക് നല്ല നീറ്റിന് വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് സെല്ലോ ടൈപ്പ് പോലത്തെ നമുക്കിതിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാണ് ഇനിയിപ്പോൾ അടുത്തതായിട്ട് ചെയ്യുന്നത്. മാക്സിമം അത് നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് ചെയ്യാൻ നോക്കുക. അങ്ങനെ ഇതാ ഫോട്ടോ ഫ്രെയിമിൻ്റെ ബാക്ക് സൈഡിൽ 4 സൈഡിലായിട്ടും ഞാൻ ഈ ബ്ലാക്ക് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എൻ്റെ ക്രാഫ്റ്റിൻ്റെ ലോഗോ ഇതിൽ ബാക്കിലായിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ലോഗോ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ അതിൽ കാണുന്ന ബോക്സൊക്കെ ഞാൻ എൻ്റെ ലോഗോവും താങ്ക് യു കാർഡ് വിഷസ് കാർഡും ഒക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു ബോക്സിലാക്കിയിട്ടാണ് വെക്കൽ. അപ്പോൾ അതാണ് അത്രക്കായിട്ടും ബോക്സ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് ഈസി ആയിട്ട് അതിന്ന് ഓരോന്നും പിക്ക് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. ആ ഒരു മെത്തേഡിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളെ ഫോട്ടോ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷർട്ടിൻ്റെ ബോക്സ് ഒന്ന് സെറ്റ് ചെയ്യാനുള്ള അതിന് വേണ്ടുന്ന ഐറ്റംസൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഫ്രെയിം, ഷർട്ട്, ബോക്സ്, ചോക്ലേറ്റ്, ഫ്ലവേഴ്സ്, വിഷസ് കാർഡ് ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഹസ്ബൻഡിന് ആനിവേഴ്സറിക്ക് വൈഫ് സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ബോക്സാണിത്. അപ്പോൾ അടുത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് ചെയ്യുന്നത് നോക്കാം. ഇനിയിപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് ആണ്. അപ്പോൾ ഞാനിതിൽ റഫായിട്ടേ കാണിക്കുന്നുള്ളൂ. ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഞാനിത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെയും കാണിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിത് കുറച്ച് സ്പീഡാക്കിയിട്ട് കാണിക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ഓർഡർ തന്ന കസ്റ്റമർ എന്നോട് പറഞ്ഞിട്ടുണ്ടായത് മുന്നേ ഒരാൾക്ക് ഓർഡർ കൊടുത്തിട്ട് അവർ പെട്ടെന്ന് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ്, അതുകൊണ്ട് അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്തപ്പോൾ നിങ്ങളെ പേജ് കിട്ടുന്നത്. ചെയ്തു തരാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. കാരണം ഞാൻ ലാസ്റ്റ് സ്റ്റേജിലാണ് നിങ്ങളോട് പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഈ ഒരു കസ്റ്റമർ എന്നെ
കോൺടാക്ട് ചെയ്തിട്ടുണ്ടായത്. പക്ഷെ ഞാനങ്ങനെ നോർമലി അർജൻറ്റ് ഓർഡേഴ്സ് ചില കസ്റ്റമറെ ഓരോ സിറ്റുവേഷൻ കാരണം ഞാനങ്ങനെ എൻ്റെ റിസ്കിലെടുത്ത് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല, ഞാൻ ചെയ്തു തരാം, ടൈം ഉണ്ടല്ലോ, നിങ്ങൾക്ക് 26-ന് കിട്ടിയാൽ മതിയോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഈ ഒരു വർക്ക് ഞാൻ എടുത്തിട്ടുണ്ടായത്. കാരണം കസ്റ്റമർ 25-ന് വേണമെന്നാണ് പറഞ്ഞത്, പക്ഷേ 26-നായിരുന്നു അവർ ആനിവേഴ്സറി. പക്ഷേ എന്താ പറയുക, കസ്റ്റമറോട് ഞാൻ പറഞ്ഞ ഡേറ്റിന് തന്നെ അൽഹംദുലില്ലാ ഡെലിവറി ആയിട്ട് അവർ കയ്യിൽ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ബോക്സൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇത് ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ ഈ ഒരു ഷർട്ട് ജസ്റ്റ് അതിൽ വെച്ച് നോക്കുന്നതാണ്. കാരണം ഫോൾഡ് ചെയ്തിട്ട് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആണോ എന്നുള്ള ഇതിലാണ് നോക്കുന്നത്. പിന്നെ ഞാൻ രണ്ടാമതും അത് എടുത്തിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഷർട്ട് വാങ്ങിക്കുന്ന വീഡിയോസ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. കാരണം അതെൻ്റെ ഹസ്ബൻഡ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. കാരണം എനിക്ക് വാട്സപ്പിൽ ഫോട്ടോ അയച്ചു തന്നിട്ടാണ് അധികം ഞാൻ സെലക്ട് ആക്കൽ. അങ്ങനെ ചോക്ലേറ്റും ഷർട്ടും ഒക്കെ ഹസ്ബൻഡ് കൊണ്ടുവന്ന്, ബാക്കി സാധനം മാത്രമേ എനിക്ക് വാങ്ങേണ്ട വന്നിട്ടുള്ളൂ. ഇത് ഷർട്ട് വെച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ചോക്ലേറ്റും ഫ്ലവേഴ്സും വെച്ച് നോക്കണം. ഞാൻ ആദ്യം വെച്ച് നോക്കി ട്രയൽ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. കാരണം വീഡിയോ ലെങ്തായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ചോക്ലേറ്റും ഫ്ലവേഴ്സും വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം തെർമോക്കോളൊക്കെ നല്ല ഇതിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്കിത് കുറച്ച് ലോങ് പോകേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് മാക്സിമം സെക്യൂർ ആയിട്ട് തന്നെ പാക്ക് ചെയ്യണം. അങ്ങനെ ഇത് ചോക്ലേറ്റ് ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്യലാണ്. അതിൻ്റെ ഇടയിൽ ഒരാൾ എണീച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ചോക്ലേറ്റൊക്കെ കണ്ടിട്ട് അവർ എടുത്തു കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അന്നേരം ഞാൻ കൈ പിടിച്ച് വെക്കുന്നതാണ് നിങ്ങൾ സൈഡിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഒരു ചോക്ലേറ്റൊക്കെ കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്താണ് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഇങ്ങനത്തെയൊന്നും പണികൾ ചെയ്യുമ്പം ഓന് കാണലില്ല. നോർമലി ഞാൻ ഉച്ച സമയത്താണ് ഇങ്ങനത്തെ വർക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യൽ. കാരണം ഇവർ ഉറങ്ങുന്ന സമയത്ത് അല്ലാണ്ട് എനിക്ക് എന്തായാലും നടക്കില്ല. ഞാൻ എടുക്കുന്ന ട്രൈപ്പോഡ് ഒരു ഭാഗത്തോനെ എടുത്തുകൊണ്ടും അതിൽ വെക്കുന്ന ചോക്ലേറ്റ് ഒരു ഭാഗത്തോടെ എടുത്തുകൊണ്ടും പിന്നെ അതെനിക്ക് എടുത്ത് വെക്കാനേ നേരെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എൻ്റെ വർക്കും വേഗം കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം ഇവൻ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ അധികം വീഡിയോ ഷൂട്ട് ചെയ്യൽ. പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, മൂപ്പർ രാവിലെ തന്നെ എണീച്ചിട്ടുണ്ടായിന്. ഞാനിത് ഒരു ചോക്ലേറ്റൊക്കെ പൊളിച്ചു കൊടുത്തിട്ട് ഓനവിടെ മാനേജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് വീഡിയോ പോയത് അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഇതാ താങ്ക് യു കാർഡും വിഷസ് കാർഡും ഒക്കെ വെച്ച് ഗിഫ്റ്റ് ബോക്സ് ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതാ ഗിഫ്റ്റ് ബോക്സ് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മേലെ എൻ്റെ ഒരു QR കോഡ് ഒന്ന് ഗ്ലൂ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കലാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഹാപ്പി ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ലാസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ 2.3K സംതിങ്ങോളം വ്യൂവേഴ്സ് ആയിട്ടുണ്ട്. അൽഹംദുലില്ലാ മാഷാ അല്ലാ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ ആ ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളോടും കൂടി ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇൻഷാ അല്ലാ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. 3-4 വീഡിയോസ് മാത്രമേ അപ്ലോഡ് ആക്കിയിട്ടുള്ളൂ ലോങ് വീഡിയോ ആയിട്ട്. അതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യൂവേഴ്സ് കിട്ടിയത് ആ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയിലായിരുന്നു. ഇത് ഞാൻ കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് സേഫായിട്ട് പാക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഫസ്റ്റ് അതിൻ്റെ ടോപ്പിൽ തന്നെ ഞാനൊന്ന് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഫ്ലവേഴ്സും ചോക്ലേറ്റും ഒന്നും എന്താ പറയുക അനങ്ങാതെ നിൽക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ ആ ബോക്സിൻ്റെ ടോപ്പ് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കും. എന്നിട്ടും നല്ല രീതിയിൽ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ പാക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത്രയും ഇതാക്കി പാക്ക് ചെയ്യാൻ കാരണം നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് എടുത്ത് ഒരു വർക്ക് ചെയ്തിട്ട് കസ്റ്റമർക്ക് കിട്ടുന്ന സമയത്ത് അതെന്താ പറയുക, നമ്മൾ സെറ്റ് ചെയ്ത പോലെയല്ല കിട്ടുന്നതെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതിന് ഒരു വിലയില്ലാണ്ടായിപ്പോവും. അതുകൊണ്ട് മാക്സിമം നമ്മൾ കൊറിയർ അയക്കുന്ന സമയത്ത് അത്രയും സേഫായിട്ട് തന്നെ പാക്ക് ചെയ്യാൻ നോക്കാം. അങ്ങനെ ഞാനിതാ മാക്സിമം ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ആ ബോക്സിനെ ഫുള്ളായിട്ട് ഞാൻ പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഫ്രെയിമും കൂടി പാക്ക് ചെയ്യണം. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അയക്കുന്നത് കൊണ്ട് തന്നെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പാക്ക് ചെയ്യണം സേഫായിട്ട്. അപ്പോൾ ഒന്നാമത് ഫ്രെയിമാണ്, ഗ്ലാസ്സൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ക്ലിംഗ് റാപ്പ് വെച്ചൊന്ന് പാക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ആ ക്ലിംഗ് റാപ്പിൻ്റെ മേലിലും താഴെയിലുമായിട്ട് സെൻറ്ററിൽ ഫ്രെയിം വരുന്ന രീതിയിൽ തെർമോക്കോൾ വെച്ചിട്ട് ഒന്നും കൂടി പാക്ക് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റായിട്ട് നമ്മൾ ആ ഒരു ഫ്രെയിമിനെ ഒരു റാപ്പിംഗ് ഷീറ്റിൽ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോന് ഓരോ സാധനങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചതൊക്കെ എടുത്തെടുത്ത് പോകുന്നത് നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. ലാസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. ലാസ്റ്റ് എന്താ പറയുക, വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ അവസ്ഥ ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഫ്രെയിമിൻ്റെ പാക്കിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു ലോഗൊക്കെ വെച്ച് എന്താ പറയുക സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് ബോക്സിനെ നമുക്ക് ഒരുമിച്ചിട്ട് നമുക്ക് പാക്ക് ചെയ്തെടുക്കലാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ക്ലിപ്പ് എടുക്കാൻ എൻ്റെ അടുത്ത് സ്റ്റോറേജ് ഫുള്ളായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനിതാ വലിയൊരു കാർഡ്ബോർഡിൻ്റെ ബോക്സിൽ രണ്ടും ഒരുമിച്ചിട്ടിട്ട് അങ്ങനെ പാക്ക് ചെയ്ത്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു കാർഡ്ബോർഡിൻ്റെ ബോക്സിൽ പാക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാക്കി വരുന്ന സ്പേസിലൊക്കെ തെർമോക്കോളോ എന്തെങ്കിലും പേപ്പർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മാക്സിമം രണ്ടും ഇളകി പോകാത്ത രീതിയിൽ നമ്മൾ ഉള്ളിൽ പാക്ക് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഇത് അവരുടെ അഡ്രസ്സും
ഫോട്ടോസും കാര്യങ്ങളൊക്കെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇതൊന്ന് ഹാൻഡിൽ വിത്ത് കെയർ എന്ന് നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യണം. കാരണം ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പ്രത്യേകം നമ്മൾ സേഫ് പാക്കിങ്ങിന് ഇതിൽ ഞാൻ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റിലത്തെ ബോക്സ് സേഫായിട്ട് പാക്കൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 12 മണിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇത്രയും തിരക്കിട്ട് ചെയ്തിട്ടുണ്ടായത്. കൊറിയർ ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കാൻ പോകുമ്പം അവർ കൊറിയർ ഓഫീസ് ക്ലോസ് ചെയ്ത് തറിയില്ല. ഇപ്പോൾ ഈവനിങ് കൊണ്ടു കൊടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത ബോക്സും കൂടി സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് രണ്ടും ഒരുമിച്ചിട്ട് വൈകുന്നേരം തന്നെ രണ്ടും കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അടുത്ത ബോക്സ് സെറ്റ് ചെയ്യേണ്ട പണിയിലാണ്. എന്നിട്ട് ഈ ഒരു ബോക്സ് സെറ്റ് ചെയ്യേണ്ട ഐറ്റംസൊക്കെ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. ഒരു ടീഷർട്ട്, പെർഫ്യൂം, കുറച്ച് ഫ്ലവേഴ്സും ഒരു വിഷസ് കാർഡും മാത്രമേ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിട്ടുള്ളൂ. ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് ഒരു സിസ്റ്റർ ബ്രദറിന് ഗിഫ്റ്റ് ചെയ്യുന്നതാണ് ബർത്ത്ഡേക്ക്. അപ്പോൾ ഇത് ഒമാനിലുള്ള അമറാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് എനിക്ക് ഡെലിവറി ചെയ്യേണ്ടത്. ആദ്യത്തെ ഗിഫ്റ്റ് ബോക്സ് സൂറു എന്ന് പറഞ്ഞ സ്ഥലത്തുമായിരുന്നു. അങ്ങനെ ഇതാ ഞാൻ രണ്ടാമത്തെ ഗിഫ്റ്റ് ബോക്സ് സെറ്റ് ചെയ്യലാണ്. അപ്പോൾ ഞാൻ ഇതിൽ ടീഷർട്ട് വെക്കുന്നത് റോൾ ചെയ്തിട്ട് റിബൺ ചെയ്തിട്ടാണ് ഇതിൽ ടീഷർട്ട് വെക്കുന്നത്. കാരണം എന്താ പറയുക, അതാകുമ്പോൾ ഈ ഒരു ബോക്സിൽ നല്ല രീതിയിൽ വെക്കാനും പറ്റും. അങ്ങനെ ഞാൻ ടീഷർട്ട് ഇതാ റോൾ ചെയ്തിട്ടൊക്കെ വെക്കുന്നുണ്ട്. അതിനുശേഷം സൈഡിലായിട്ട് പെർഫ്യൂമും ഫ്ലവേഴ്സും ഒരു വിഷസ് കാർഡും അങ്ങനെ സിമ്പിളായിട്ടാണ് ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാ നമ്മുടെ രണ്ടാമത്തെ ഗിഫ്റ്റ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ പാക്കിംഗ് ആണ്. നേരത്തെ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ക്ലിംഗ് റാപ്പ് വെച്ചിട്ടാണ് മാക്സിമം ഇത് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഞാൻ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി വീഡിയോ നിങ്ങൾ കാണുക. അങ്ങനെ രണ്ടാമത്തെ ബോക്സ് നല്ല രീതിയിൽ ക്ലിംഗ് റാപ്പ് ചെയ്തിട്ട് ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബോക്സ് ഞാൻ സെപ്പറേറ്റ് വേറൊരു ബോക്സിലേക്കൊന്നും മാറ്റുന്നില്ല. ഞാനൊരു നല്ലൊരു കവറിലാക്കിയിട്ടാണ് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കവറിലിട്ടതിന് ശേഷം രണ്ടാമത് സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ആ കവർ പാക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇതാ കസ്റ്റമർ അഡ്രസ്സൊക്കെ എഴുതി നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ട് ഹാൻഡിൽ വിത്ത് കെയർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ബോക്സും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമറെ ഫീഡ്ബാക്ക് ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണാൻ വിട്ടുപോകരുത്. അതുപോലെ തന്നെ ഇത്ര രീതിയിൽ പാക്ക് ചെയ്തത് കൊണ്ട് തന്നെ കസ്റ്റമറുടെ കയ്യിലും ഞാൻ എങ്ങനെയാണോ സെറ്റ് ചെയ്തത് അതേപോലെ തന്നെ കസ്റ്റമറുടെ കയ്യിലും കിട്ടിയിട്ടുണ്ടായത്. ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും അൽഹംദുലില്ലാഹ് ഉണ്ടായിട്ടില്ല. കസ്റ്റമറുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കേട്ട് നോക്കുക. താങ്ക് യു, രസമായിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടാണ്, ഞാൻ ലേറ്റ് ആണ് ഞാൻ മെസ്സേജ് അയക്കുന്നത്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഓക്കെയാണ്. സംഭവം എല്ലാം ഇഷ്ടമായി, എല്ലാവരും എന്താ സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞു. രാത്രി തന്നെ ഞങ്ങൾ പൊട്ടിച്ച്, അത് പിന്നെ ഞാൻ ഇന്നലെ പുറത്ത് പോകുമ്പോൾ അത് കൊണ്ടുവന്നേ. അപ്പോൾ പിന്നെ ഞാൻ റൂമിൽ വെച്ചിട്ട് ഞാൻ പുറത്ത് പോയി. വന്നപ്പോൾ തന്നെ പൊട്ടിച്ച് കാര്യങ്ങൾ ഒന്നിനും കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. എല്ലാം നല്ല ഇതിലാണ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഷെയറായിട്ടുണ്ട്. താങ്ക് യു കേട്ടോ. അങ്ങനെ ബാക്കിയുള്ളൊന്നും പ്രശ്നമില്ല. അത് നല്ലോണം പാക്ക് ചെയ്തുള്ള കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകെ പിടിക്കൊന്നും ചെയ്തിട്ടില്ല. ഒക്കെ നീറ്റായിട്ട് എല്ലാം നീറ്റായിട്ട് അതുപോലെ തന്നെ ഷോർട്സിലും ഞാൻ ഇൻഷാല്ല അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇൻഷാല്ല ഇതുപോലുള്ള വീഡിയോസായിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാം. അതുവരേക്കും ടാറ്റാ, ബൈ.